സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെയും രഞ്ജിനി ഹരിദാസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ആളുകളും സ്നേഹിക്കുന്ന എല്ലാ ആളുകളും അടുത്തറിയുന്ന ഒരാൾ തന്നെയാണ് രഞ്ജിനി ഹരിദാസ്. ആ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ, പോഡ്കാസ്റ്റിങ്ങിൽ ഉർവശി വന്നൊരു കാര്യത്തെപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മമ്മൂക്കയെ പറ്റി ഉർവശി പറഞ്ഞത് എന്താണ്, മമ്മൂക്കയെ പറ്റി ഉർവശി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നോ? ഇതാണ് മമ്മൂക്ക, ഇങ്ങനെയാണ് മമ്മൂക്ക, മോഹൻലാലിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മമ്മൂക്ക ചെയ്യുന്നത്, മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഇതിഹാസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ ഞാനും ആ വീഡിയോ കാണാനിടയുണ്ടായി. ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി നമ്മൾ അറിഞ്ഞതിനേക്കാൾ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ മമ്മൂക്കയുടെ കൂടെയുള്ള ആളുകളും ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. നമുക്കറിയാം, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഒരു യുഗപുരുഷൻ, അല്ലെങ്കിൽ ഒരു ആണത്തമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്നവനെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും, അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി തന്നെ തൻ്റെ ജീവിതം മുഴുവനായിട്ട് ഒഴിഞ്ഞു വെക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഏറ്റവും കൂടുതൽ അഭിനിവേശമുള്ളത്, ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശമുള്ളത് സിനിമയോടാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഏത് സിനിമ കിട്ടിയാലും ചുമ്മാ പോയെങ്കിൽ ചെയ്തു വെക്കുകയൊന്നുമില്ല. ആൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന, ആൾക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന, ആളുടെ ഉള്ളിലുള്ള അഭിനയ ശൈലിയെ ആൾക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന സിനിമകൾ മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. പണത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം സിനിമ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചാത്തനെ അങ്ങ് അടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അഭിനിവേശത്തിനെ അടക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് സിനിമ കണ്ടത്. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ സിനിമയിലും കാണാൻ സാധിച്ചത് ആ അഭിനയ ചക്രവർത്തി, അല്ലെങ്കിൽ അഭിനയത്തിനോടുള്ള ആക്രാന്തം മൂത്ത് ഭ്രാന്തായ ഒരു മനുഷ്യനെയാണ്. നമുക്കറിയാം, ഏതൊരു നടനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും അവർക്കെപ്പോഴും അവർ മുന്നിൽ നിൽക്കണം. അതായത് ഇപ്പോൾ എനിക്കൊരു സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നായകനായിരിക്കണം. ഇനി അതിനപ്പുറത്തേക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളിലും ഞാൻ നായകനായി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു സിനിമ വരുമ്പോൾ എനിക്ക് നായകൻ തന്നെ ആയാൽ മതി, അതിനപ്പുറത്തേക്ക് എനിക്ക് പോകണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടിയാണ്. അല്ലെങ്കിൽ ഞാൻ നായകനാണ്, എനിക്ക് അതിനപ്പുറത്തേക്ക് എനിക്കൊരു മരണമില്ല, അല്ലെ എന്നെ ആരും അടിക്കാൻ പാടില്ല, അല്ലെ എനിക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു തിരിച്ചടിയുമായിട്ടാണ് മമ്മൂക്കയുടെ ഈ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത്. ഞാൻ ആ സിനിമയുടെ ത്രില്ലോ അല്ലെങ്കിൽ സിനിമയുടെ സസ്പെൻസോ ഒന്നും പൊട്ടിക്കുന്നില്ല. ആ സിനിമ കാണാൻ ഇപ്പോഴും വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സിനിമയിൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഒരാൾക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും. അതിന് മോഹൻലാൽ വന്നോട്ടെ, രജനീകാന്ത് വന്നോട്ടെ, ഏത് വലിയ സൂപ്പർ സ്റ്റാർ വന്നോട്ടെ, മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാണ്. ഒരേ സമയത്ത് ഇഷ്ടവും മറ്റൊരു സമയത്ത് തന്നെ മമ്മൂക്കയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും തോന്നുന്ന നമ്മൾ, ആ ഒരു ക്യാരക്ടറിനെ മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന രീതി, നമ്മൾ അതുവരെ ആ സിനിമ കാണുമ്പോൾ മമ്മൂക്കയോട് നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും. അതായത് മമ്മൂക്ക ഇന്നലെയും അതിന് മുൻപുള്ള സിനിമകളിലൊക്കെ ചെയ്ത കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് തന്നെ നമ്മൾ മമ്മൂക്കയെ കാണും. പക്ഷേ ആ സിനിമ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മമ്മൂക്ക ഇന്നലെ ചെയ്തു വെച്ചതും ഇതിന് മുൻപ് ചെയ്തു വെച്ചതുമെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി മറക്കും. അതെല്ലാം വാനിഷായി പോകും. അങ്ങനെ എന്തോ ഒരു മാന്ത്രികത ആ സിനിമയ്ക്കകത്ത് മമ്മൂക്ക കാണിച്ചു വെച്ചിട്ടുണ്ട്. അതായത് മമ്മൂക്കയുടെ വല്യേട്ടൻ പോലെയുള്ള സിനിമകൾ, വാത്സല്യം പോലെയുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകളിലെ ഒന്നും ഒരു കഥാപാത്രവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മമ്മൂട്ടിയെ അല്ല നമ്മളവിടെ കാണുന്നത്. അത് സിനിമ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, മമ്മൂക്കയുടെ ഒരു സ്വഭാവ സവിശേഷതകൾ കൊണ്ടും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്, ആ സങ്കല്പങ്ങളെല്ലാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ മറന്നുപോകും. അങ്ങനെയാണ് ആ ഒരു കഥാപാത്ര രൂപീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ കഥാപാത്ര പൂർണ്ണതയ്ക്ക് വേണ്ടി മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇനി മമ്മൂക്കയ്ക്ക് പകരം വേറെ ആൾക്കും ഈ ഒരു റോള് ചെയ്യാൻ പറ്റില്ല. എൻ്റെ റോള് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് പോലെ മമ്മൂക്കയുടെ റോള് മമ്മൂക്ക തന്നെ ചെയ്താലേ പൂർണ്ണതയാവുകയുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂവിലെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഇൻ്റർവ്യൂവിൽ എന്താണ് ഉർവശി മേഡം പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. രഞ്ജിനി ഹരിദാസ് അധികം പുഷ് ചെയ്യുന്നൊന്നുമില്ല ഈ ഒരു കാര്യത്തെ പറ്റി പറയാനായിട്ട്. രഞ്ജിനി ഹരിദാസ് മര്യാദയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ഉർവശി മേഡത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മേഡം ഓപ്പണായിട്ട് പറയുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ചോദ്യം, മമ്മൂട്ടി ഓർ മോഹൻലാൽ, അതായത് അഭിനയിക്കാൻ മിടുക്കന്മാരിൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മിടുക്കനെന്നാണ്. അതിന് ഉത്തരം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളോട് ചോദിച്ചാലും അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഇഷ്ടമാണെന്ന് പറയുന്നത് പോലെ ഉർവശി പറയുന്നുണ്ട്. പക്ഷേ ആരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അഭിനയ കലയിൽ ഏറ്റവും മിടുക്കനെന്നുള്ളതും ഉർവശി എടുത്ത് പറയുന്നുണ്ട്. ആരെയും പേടിക്കാതെ തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. അതിൽ ഉർവശി പറയുന്ന വാക്കുകളിലേക്ക് നമുക്ക് പോയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. മോഹൻലാൽ ഓർ മമ്മൂട്ടി അഭിനയിക്കാൻ കൂടെ? മോഹൂട്ടി. കുഴപ്പിക്കുന്ന ചോദ്യം. അല്ലാതെ ഞാൻ കണ്ടപ്പോ ഞാൻ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലായിടത്തും ചോദിക്കുന്ന, ബിക്കോസ് ആരും പറയില്ല ചേച്ചി. അല്ല, എന്താ അറിയൂ, എന്താ റെയിൽപാളം എന്ന് പറയുന്നതിന് ആ രണ്ട് സംഗതി ഇല്ലെങ്കിൽ പറ്റൂ. പിന്നെ ആ റെയിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് അവര്.
ഒരു തൂണുകൊണ്ട് മാത്രം ഒന്നും നിൽക്കില്ല, 2 തൂൺ മിനിമം വേണം. 3 3 നമുക്ക് ആവാം, ബട്ട് അറ്റ്ലീസ്റ്റ് മിനിമം ഇല്ലേ? അപ്പോൾ അതാണ് വ്യത്യാസം. പക്ഷെ കമ്പാരിറ്റീവ്ലി ലാംഗ്വേജസ് സ്ലാങ് യൂസ് ചെയ്യുന്നതും വേഷച്ചേർച്ചയും മമ്മൂക്കയാണ്. അത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ഒരേ സമയത്ത് ഭിക്ഷക്കാരനായിട്ടും ഒരു ഭയങ്കര ഒരു രാജാവായിട്ടും ജഗതി ശ്രീകുമാറിനും പറ്റും, മമ്മൂട്ടിക്കും പറ്റും, ബട്ട് നോട്ട് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അപ്പിയറൻസ്, സാന്നിധ്യത്തിന് കുറച്ച് പണി ഉണ്ട്. കാരണം മോഹൻലാൽ വഴിയേരിയിരുന്ന് വല്ലതും തരണേ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം കൊഴുത്ത് അടിച്ചു വെച്ചിരിക്കുന്ന വന്നിരുന്നിരിക്കുക ചോദിക്കുന്നത്, പോയി പണിയെടുക്കണോ എന്ന് പറയും. ലുക്കില്ല കാരണം അതല്ലേ നല്ലൊരു ആരും വിശ്വസിക്കില്ല, എല്ലാം തിന്നിട്ട് വന്നിരിക്കുകയെന്ന്. അപ്പൊ സഹതാപം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചബ്ബിയായിട്ടുള്ള അങ്ങനെയൊക്കെ കോമഡിയൊക്കെ അതൊക്കെ കൊള്ളാം. ബട്ട് അതർവൈസ് ഭയങ്കര ആക്ടറാണ് പുള്ളി. ബട്ട് എന്താ അറിയോ, അതുപോലെ മമ്മൂട്ടി ഏത് സ്ലാങ് യൂസ് ചെയ്താലും അനായാസമാകും. അത് അദ്ദേഹത്തിന് ഒരു അങ്ങേയറ്റം ട്രിവാൻഡ്രം മുതൽ അങ്ങ് കാസർഗോഡ് വരെ വളരെ സരളമാകും. അതെല്ലാവർക്കും പറ്റില്ല. അതൊരു പ്ലസ് ആയിട്ട് തന്നെ നിൽക്കും മമ്മൂക്കയ്ക്ക്. കണ്ടില്ലേ, ഇതാണ് ഉർവശി മാഡം പറഞ്ഞിരിക്കുന്നത്. അതായത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യന് ഒരേ സമയത്ത് പണക്കാരനായിട്ടും അതേസമയം തന്നെ ഭിക്ഷക്കാരനായിട്ടും അഭിനയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു വേഷപ്പകർച്ച ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രത്യേകത ആ മമ്മൂക്കയുടെ ബോഡി ലാംഗ്വേജും അഭിനിവേശവും തന്നെയാണ്, അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയാം. എന്നാൽ മോഹൻലാലിനെ കൊണ്ട് ആ രീതിയിൽ പറ്റുമോ? മോഹൻലാലിന് വില്ലൻ വേഷങ്ങൾ ചെയ്യാം, അതേപോലെ തന്നെ മോഹൻലാലിന് റിച്ച് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാം. എന്നാൽ നേരെ ഒരു ലോ ലെവലിലേക്ക് പോകാൻ മോഹൻലാലിനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം അവരുടെ ശരീരപ്രകൃതിയും അവരുടെയൊക്കെ ഡെഡിക്കേഷനുമാണ്. മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഡെഡിക്കേഷൻ തമ്മിൽ വ്യത്യാസമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മമ്മൂട്ടിക്ക് കുറച്ചുകൂടി അഭിനിവേശം കൂടുതലാണ്. എന്തിനോടാണ്? സിനിമയോട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഏതൊരു കഥാപാത്രം കിട്ടിയാലും ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലാവണമോ ആ രീതിയിലെല്ലാം ആവും. അതിനുവേണ്ടി ശരീരമോ ഒന്നും അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹം നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോൾ പറയുകയാണ്, നീ ഈ സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെയെങ്കിൽ മമ്മൂക്ക ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ ആ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യും. നമുക്കറിയാം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ മമ്മൂക്ക കാണിച്ചു വെച്ചിരിക്കുന്ന ഓരോ പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ വല്ലാത്ത സാധനം തന്നെയാണ്. ഇപ്പോൾ കളങ്കാവൽ ഇറങ്ങിയിരിക്കുന്നു. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ 6 കോടി മുടക്കിയാണ് എടുത്തതെങ്കിൽ ഇന്നലെ വരെ ആ സിനിമ കളക്ഷനിൽ നേടിയിരിക്കുന്ന 75 കോടിയാണ്. ഇപ്പോഴും എല്ലാ സീറ്റുകളിലും ഫുള്ളാണ്. ഞാൻ ഏരിയസ് പ്ലെക്സ് എന്ന് പറയുന്ന തിയേറ്ററിലാണ് പോയി കണ്ടത്. ആ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ എല്ലാ സീറ്റുകളും നിറഞ്ഞ എല്ലാ സീറ്റുകളും നിറഞ്ഞ എല്ലാ ആളുകളുടെയും തല നമുക്കിങ്ങനെ കാണാം. അങ്ങനത്തെ ഒരു ആളുകളാണ് സിനിമ കാണാനായിട്ട്, മമ്മൂക്കയുടെ സിനിമ കാണാനായിട്ട് ഓടിക്കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ ഇന്നും തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ബുദ്ധിമുട്ടി പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അമ്മാതിരി തിരക്കാണ് ആ സിനിമയ്ക്ക്. ആ സിനിമ കാണാനായിട്ട് വെറും ഒരു 74 വയസ്സുകാരൻ തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ ആളുകൾ കയറുന്നത്? ചിലപ്പോൾ 74 വയസ്സുകാരൻ്റെ തിരിച്ചുവരവ് കാണാനും പിന്നെ അതേപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ തിരിച്ചുവരവ് കാണാനും ആഗ്രഹിച്ച ആളുകളാണ്. മമ്മൂക്കയെ എന്തൊക്കെ പ്രശ്നങ്ങളിൽ അടിച്ചമർത്താൻ നോക്കിയ സംഖ്യകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും അതിലേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കിയിട്ടും ഒന്നും എങ്ങും എത്താതെ പോയി. ഇനിയിപ്പോൾ അടുത്തൊരു റെയ്ഡ് എന്തായാലും മമ്മൂക്കയുടെ വീട്ടിൽ കാണും കേട്ടോ, ED റെയ്ഡ്. കാരണം ഈ മമ്മൂട്ടിയുടെ സിനിമ വേഫെറർ ഫിലിംസിൻ്റെയും അതേപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെയും ഒക്കെ ബാനറിൻ്റെ കീഴിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ പണങ്ങൾ മുഴുവൻ അല്ല, അതിൻ്റെ ഒരു കളക്ഷൻസ് മുഴുവനും മമ്മൂട്ടിക്കായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഉടനെ ഒരു ED റെയ്ഡ് മമ്മൂക്കയുടെ വീട്ടിലേക്ക് കാണും. അപ്പോൾ ഇതിലിപ്പോൾ ഉർവശി മേഡം പറയുന്നത് മമ്മൂക്ക ഓർ മോഹൻലാൽ എന്ന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ആരുടെയും മുന്നിൽ അഭിനയിച്ചുകൊണ്ടല്ല പുള്ളിക്കാരി സംസാരിക്കുന്നത്. പുള്ളിക്കാരി പറയുന്നത് ജെനുവിനാണ്. മമ്മൂട്ടിക്ക് ഏത് വേഷവും, അത് ഏത് ലാംഗ്വേജും ഏത് കഥാപാത്രവും എന്തും വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് മമ്മൂട്ടി കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഹീ ഈസ് എ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഉർവശി ചേച്ചി പറയുന്നത്. നമുക്കറിയാം കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാലിനെയാണ്, മെഗാസ്റ്റാർ എന്ന് പറയുന്നതാണ് മമ്മൂക്ക. പക്ഷേ നമ്മളെല്ലാ രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേര് അനുയോജ്യമായത് ആർക്കാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മോഹൻലാലിനെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയൊന്നുമല്ല. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ചെറുപ്പകാലം മുതൽ കാണുന്നതാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും മോഹൻലാലിനെയാണ് ഇഷ്ടം. എനിക്ക് മമ്മൂട്ടിയോടായിരുന്നു പ്രത്യേക താല്പര്യമുള്ള ഇഷ്ടമുള്ളത്. പിന്നെ അങ്ങനെ കുറേ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ ഒരുപോലെ എനിക്ക് ഇഷ്ടമായി. രണ്ടുപേരെ ഞാൻ ഒരേപോലെ സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ സിനിമകൾ വരുമ്പോൾ അത് കാണാനും പോകും, മമ്മൂട്ടിയുടെ സിനിമകൾ വരുമ്പോൾ അത് കാണാനും പോകും. ഞാൻ ഒരിക്കലും രണ്ടുപേരെ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഇഷ്ടമല്ലാത്ത ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ മമ്മൂട്ടിയുടെ ഒരു അഭിനയ വൈഭവം അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്നൊരു കലാകാരന് സിനിമയോടുള്ള ഒരു ആക്രാന്തം ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി ഞാൻ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിച്ചത്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു തിരിച്ചുവരവ്, അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ വാക്കുകളാണ്. ആ മമ്മൂട്ടി ഇനിയും
കത്തിക്കേറി സിനിമയിൽ വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ആ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് ആളുകൾ മമ്മൂക്കയെ കാത്തിരിക്കുന്നുണ്ട്, മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊരാളാണ് ഞാനും. ഇനിയും ഒരുപാട് വർഷങ്ങൾ മമ്മൂക്കയ്ക്ക് സിനിമയിൽ തുടരാൻ സാധിക്കട്ടെ, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.